4 കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഒരിക്കലും നിങ്ങൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കാനായിട്ട് പാടില്ല. പലപ്പോഴും ലൈഫ് ഇൻഷുറൻസുകൾ വളരെ കുറഞ്ഞ പൈസയ്ക്കാണ് എടുക്കാറുള്ളത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ ഒരിക്കലും അത് ചെയ്യരുത്. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒരുപാട് പേർക്ക് ഒരുപാട് പൈസ ലാഭിച്ച് നൽകുന്നതാണ് ഈ ഒരു വീഡിയോ. നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത്, ജോലി എടുക്കുന്നത് അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്നത് എന്തിനാണ്? നമ്മുടെ കുടുംബം സുരക്ഷിതമായി ഇരിക്കാനാണ്, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം നൽകാൻ, അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ, ഇതൊക്കെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്ക്, നാളെ നമ്മളില്ലാതായാൽ, നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? വീട്ടുചെലവുകൾ, മക്കളുടെ പഠനം, പിന്നീട് അവരുടെ വിവാഹം, ഇതെല്ലാം ശരിക്കും നോക്കാൻ ആരുമില്ലാതാവും. നമ്മളില്ലാതായാലും നമ്മുടെ കുടുംബം, നമ്മൾ കൂടെ ഉള്ളവരെല്ലാം ഒരു കുഴപ്പമില്ലാതെ പോകണമെങ്കിൽ നമുക്കൊരു ഇൻഷുറൻസ് വേണം. ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും മികച്ച മാർഗം ലൈഫ് ഇൻഷുറൻസ് ആണ്. പക്ഷേ ഇൻഷുറൻസ് എടുക്കുന്ന ആളുകളിൽ പലരും തെറ്റായ പ്ലാനുകളാണ് തിരഞ്ഞെടുക്കാറുള്ളത്. വെറുതെ പണം നൽകാതെ നമുക്ക് ആവശ്യമായ, നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യമായിട്ടുള്ള കവറേജ് നൽകുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള പ്ലാനുകൾ കണ്ടെത്തണം. അതെടുക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 4 ഗോൾഡൻ റൂൾസ് ഉണ്ട്. അതറിയാതെ ഇൻഷുറൻസ് എടുത്താൽ അത് വലിയൊരു നഷ്ടമായിട്ട് നമുക്ക് വരാറുണ്ട്. ഇനി ഓൾറെഡി നമ്മൾ എടുത്തവരാണെങ്കിൽ ഈ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4ാമത്തെ പ്രധാന കാര്യം ഏതുതരം ലൈഫ് ഇൻഷുറൻസുകൾ എടുക്കണം എന്നുള്ളതാണ്. ഇൻഷുറൻസിൻ്റെ ഏറ്റവും സിംപിളസ്റ്റ് എന്നാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു രൂപമാണ് ടേം ഇൻഷുറൻസ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? മറ്റ് ഇൻഷുറൻസ് പ്ലാനുകളിൽ നിങ്ങൾ വലിയൊരു തുക അടയ്ക്കേണ്ടി വരും. പക്ഷേ മരണം സംഭവിച്ചാൽ കിട്ടുന്ന തുക വളരെ കുറവായിരിക്കും. എന്നാൽ ടേം ഇൻഷുറൻസിൽ നിങ്ങളൊരു ചെറിയ തുക, ഉദാഹരണത്തിന് മാസം 1000 മുതൽ 1500 രൂപ പ്രീമിയം അടച്ചാൽ നിങ്ങൾക്ക് 1 കോടി രൂപയുടെയോ അല്ലെങ്കിൽ 2 കോടി രൂപയുടെയോ അതിൽ കൂടുതലോ കവറേജ് ലഭിക്കും. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് ആ വലിയ തുക ലഭിക്കുന്നു. ഇതാണ് ടേം ഇൻഷുറൻസ്. അതുകൊണ്ട് ടേം ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നേരത്തെ എടുത്താൽ അതിലും കുറഞ്ഞ പ്രീമിയത്തിൽ എടുക്കാനായിട്ട് കഴിയും. 400 മുതൽ 500 രൂപയ്ക്ക് വരെ പ്രീമിയം എടുക്കാനായിട്ട് പറ്റും. അത്തരം പ്ലാനുകൾ നമുക്ക് ഒരുമിച്ച് നോക്കാനായിട്ട് ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നോക്കുക, നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ഇന്ത്യയിലെ എല്ലാ ടോപ്പ് കമ്പനികളുടെയും പ്ലാനുകൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇഷ്ടമുള്ള പ്ലാന് ഒരു 15% ഡിസ്കൗണ്ടിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. ഓക്കെ, 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എപ്പോൾ എടുക്കണമെന്നുള്ളതാണ്. ഇതിനുള്ളൊരു ഉത്തരം എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ്. വൈകിക്കരുത്. നിങ്ങൾക്ക് ഒരു 25 വയസ്സിൽ എടുക്കുന്ന ഒരു പ്രീമിയം ആയിരിക്കില്ല 40 വയസ്സിൽ എടുക്കുമ്പോൾ ഉണ്ടാവുന്നത്. ചെറിയ പ്രായത്തിൽ എടുക്കുമ്പോൾ പ്രീമിയം വളരെ കുറവായിരിക്കും. അത് പല ആളുകളും ചെയ്യാത്തൊരു കാര്യമാണ്. ഒരിക്കൽ നിശ്ചയിച്ച ആ ചെറിയ പ്രീമിയം കാലാവധി കഴിയുന്നതിന് വരെ മാറ്റമില്ലാതെ തുടർന്നും അടയ്ക്കാനായിട്ട് പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും ടേം ഇൻഷുറൻസ് കിട്ടില്ല. നിങ്ങളുടെ പ്രായം, ആരോഗ്യം, വാർഷിക വരുമാനം ഇതെല്ലാം നോക്കിയിട്ടാണ് ഇൻഷുറൻസ് കമ്പനികളാണ് ഇത് തീരുമാനം എടുക്കുന്നത്. നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഞാൻ കൊടുത്ത ആ ലിങ്കിൽ പോയി നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എലിജിബിലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. നാട്ടിലുള്ളവർക്ക് മാത്രമല്ല, പ്രവാസികൾക്കും വിദേശത്തുള്ളവർക്കും 30 മുതൽ 50% കുറഞ്ഞ നിരക്കിൽ നാട്ടിൽ നിന്ന് ഈ പോളിസി എടുക്കാം. ഇനി 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആഡ് ഓൺ റൈഡേഴ്സ് ആണ്. ഇത് മിക്കവാറും വിട്ടുപോകുന്ന കാര്യമാണ്. നമ്മൾ മരിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടുമെന്നാണ് പലരും വിചാരിക്കുന്നത്. അങ്ങനെയല്ല. ടേം ഇൻഷുറൻസിനൊപ്പം ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ, ആക്സിഡൻ്റൽ ഡിസബിലിറ്റി റൈഡർ, ഇതുപോലുള്ള എക്സ്ട്രാ റൈഡറുകൾ എടുത്തു വെച്ചാൽ നല്ലതാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വരികയോ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ വന്നാലോ ഇതെല്ലാം ഇവിടെ കവറാവും. കാരണം നമ്മൾ റൈഡർ ആഡ് ചെയ്തിട്ടുണ്ട്. റൈഡർ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് അംഗവൈകല്യം സംഭവിച്ചാലോ ഈ പ്രോബ്ലം വന്നാലോ ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു വലിയ തുക നൽകേണ്ടി വരും. ഉദാഹരണത്തിന് 50 ലക്ഷം മുതൽ 1 കോടി വരെ ഒരുമിച്ച് നൽകും. ചികിത്സയ്ക്കും ജോലി ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ കുടുംബത്തിൻ്റെ ചെലവുകൾക്കും ഈ തുക വലിയൊരു സഹായമാകും. ചെറിയൊരു അധിക തുക നൽകിയാൽ ഇത്രയും വലിയൊരു സേഫ്റ്റി നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 1ാമത്തെ കാര്യം, എത്ര കാലത്തേക്കാണ് ഇൻഷുറൻസ് എടുക്കണമെന്നുള്ളതാണ്. ചില കമ്പനികൾ 100 വയസ്സ് വരെ കവറേജ് നൽകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ? സാധാരണഗതിയിൽ നമ്മുടെ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ, മക്കളുടെ പഠനം, കല്യാണം എല്ലാം ഒരു 70 വയസ്സ് 75 വയസ്സോടെ തീരും. അതുകൊണ്ട് 70 അല്ലെങ്കിൽ 75 വയസ്സ് വരെ കവറേജ് എടുക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപരം. പലർക്കും ഒരു സംശയമുണ്ട്, ഞാൻ മരിച്ചില്ലെങ്കിൽ ഈ പൈസ പോകില്ലേ എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് ഒരു റിട്ടേൺ ഓഫ് പ്രീമിയം വിത്ത് നോ കോസ്റ്റ് പ്ലാനുകൾ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അതായത് കാലാവധി കഴിയുമ്പോൾ നിങ്ങൾ അടച്ച പണം മുഴുവനായിട്ട് തിരികെ ലഭിക്കുന്ന പ്ലാനുകളാണിത്. ചില പ്ലാനുകളിൽ ഇരട്ടി തുക വരെ ലഭിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള പ്ലാനുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ എക്സ്ട്രാ 1 രൂപ പോലും കയ്യിൽ നിന്ന് കൊടുക്കാതെ അങ്ങനെ ചെയ്യാൻ പറ്റും.
ഇനി നിങ്ങൾക്ക് ഓരോ വർഷവും കുടുംബത്തിന് ജീവിക്കാൻ വേണ്ട ചിലവുകൾ കൂടുന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം എടുക്കുന്ന കവറേജ് സമയത്തിനനുസരിച്ച് കൂട്ടുന്ന ഇൻക്രീസിങ് കവറേജ് നൽകുന്ന പ്ലാനുകൾ വരെ ഇപ്പോൾ ഉണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റും. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ കുടുംബത്തിന് വലിയൊരു കവറേജ് ഒരുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ പ്രായം, വിദ്യാഭ്യാസം, വരുമാനം ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് പറ്റും. എത്ര പ്രീമിയം എന്നൊക്കെ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 15% വരെ ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായും അതുപോലെ ബന്ധുക്കൾക്കായും ഷെയർ ചെയ്യാനായിട്ട് മടിക്കരുത്. കാരണം നമ്മളുള്ള സമയത്ത് കുടുംബമൊക്കെ നമ്മൾ നല്ലോണം നോക്കും. നമ്മൾ ഇല്ലാത്തപ്പോഴും അതുപോലെ നമ്മുടെ കുടുംബം ബുദ്ധിമുട്ടരുത്. അതും നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുക. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്.